ക്രിസ്തുദർശനം എന്ന പരിപാടിയിലേക്ക് ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാർ ലാജർക്കവിസ്റ്റ് എന്ന സ്വീഡിഷ് എഴുത്തുകാരൻ എഴുതിയ ബറബ്ബാസ് എന്ന നോവലാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ക്രിസ്ത്യാനികൾക്കെല്ലാം വളരെ പരിചിതമായൊരു പേരാണ് ബറബ്ബാസ്. യേശുവിന് കുരിശിക്ക് തറയ്ക്കുന്നതിന് പകരം വിട്ടയക്കപ്പെട്ട ഒരു കൊള്ളക്കാരൻ എന്നുള്ളതാണ് അദ്ദേഹത്തെപ്പറ്റി നമ്മുടെ അറിവ്. ഈ ബറബ്ബാസ് വളരെയധികം എഴുത്തുകാരുടെ ഭാവനയെ പ്രചോദിപ്പിച്ച ഒരു കഥാപാത്രമാണ്. പലതരത്തിൽ ആഖ്യാനങ്ങൾ ബറബ്ബാസിനെ പറ്റി ഉണ്ടായിട്ടുണ്ട്. ബൈബിളിൽ ഒരു ചെറിയ പരാമർശം മാത്രമുള്ള ഒരാളാണ്. പക്ഷേ സാഹിത്യകാരൻ്റെ ഭാവനയ്ക്ക് വളരെയധികം വിഹരിക്കാൻ പറ്റിയ മേഖലകൾ അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തിലുണ്ട്. അദ്ദേഹം നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയെ പോലെയോ അല്ലെങ്കിൽ റോബിൻ ഹുഡിനെ പോലെയുള്ള ഒരു ആളായിരുന്നു. അതായത് പണക്കാരുടെ പണം തട്ടിയെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരാളായിരുന്നു എന്ന് ഒരഭിപ്രായമുണ്ട്. ഇയാളൊരു സീലോട്ട്, ബൈബിളിലേക്ക് എരിവുകാരൻ എന്നൊക്കെ പറയുന്ന യഹൂദരുടെ തീവ്രവാദി സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും അയാൾ ജനപ്രിയനായിരുന്നുവെന്ന് സൂചന ബൈബിളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ബറബ്ബാസിനെ വിട്ടുതരിക എന്ന് ജനം ഇവിടെ ഘോഷിച്ചല്ലോ. അപ്പം അങ്ങനെയുള്ള ആ ഒരു കഥാപാത്രത്തിൽ, പക്ഷേ ഈ നോവലിൽ അയാളൊരു വെറും കൊള്ളക്കാരനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. വേറെ യാതൊരു തരത്തിലുള്ള ബാഹ്യ മോടികളൊന്നുമില്ലാത്ത ഒരു ക്രൂരനായ കൊള്ളക്കാരനായിട്ടാണ് പാർ ലാജർക്കവിസ്റ്റിൻ്റെ ഈ നോവലിലെ ബറബ്ബാസ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ യേശുവിനെ വിചാരണ ചെയ്യുന്ന സമയത്ത് യേശുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് പീലാത്തോസിനൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ് ഈ ക്രൂരനായ കൊള്ളക്കാരനായ ബറബ്ബാസിനെ വേണമോ നിങ്ങൾ യേശുവിനെ വേണമോ എന്നൊരു ചോദ്യം. സ്വാഭാവികമായിട്ടും വലിയ അപകടമൊന്നും ചെയ്യാത്ത യേശുവിനെ മതി എന്ന് ആളുകൾ, വിട്ടയക്കണമെന്ന് ആളുകൾ പറയുമെന്നാണ് പീലാത്തോസ് വിചാരിച്ചത്. പക്ഷേ തിരിച്ചാണ് സംഭവിച്ചത്. അങ്ങനെ മരണത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ വരെ എത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് ബറബ്ബാസ്. അപ്പോൾ യേശുവിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ സ്വതന്ത്രനായ ബറബ്ബാസ് ആരാലും അറിയപ്പെടാതെ പിന്നാലെ, ആ ജനക്കൂട്ടത്തിൻ്റെ പിന്നാലെ ബറബ്ബാസും കൂടി. ഗാഗുൽത്താ മലയിൽ ചെന്ന് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതും യേശു മരിക്കുന്നതുമൊക്കെ, കുരിശിൽ മരിക്കുന്നതുമൊക്കെ ബറബ്ബാസ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ട്, ചിലരുണ്ട്. അതുപോലെ തന്നെ മഗ്ദലന മേരിയും യേശുവിൻ്റെ അമ്മ മേരിയുമുണ്ട്, അരിമത്യക്കാരൻ ജോസഫുണ്ട്. ഇതെല്ലാം കണ്ടുകൂടെ നിൽക്കുക. അപ്പോൾ കുരിശിൽ മരിക്കുമ്പോൾ യേശു പറയുന്നു, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നൊക്കെ ബറബ്ബാസ് ആലോചിക്കുന്നത്. ഇതൊന്നും അയാൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അവിടെ പെട്ടെന്ന് അന്ധകാരമുണ്ടായി. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? കൊടുങ്കാറ്റും അന്ധകാരമൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അയാൾക്ക്, കാരണം അയാൾക്ക് യേശുവിനെ പറ്റി യാതൊന്നും അറിഞ്ഞുകൂടാ. ഒരു കൗതുകം കൊണ്ട് കൂടുതൽ എന്തിനാണ് ഇയാളെ കൊല്ലുന്നത് എന്ന് പോലും ബറബ്ബാസിന് അറിഞ്ഞുകൂടാ. കാരണം അയാൾ വളരെ കാലമായി, ബറബ്ബാസ് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ വളരെ കാലം ഒരു തടവറയിലായിരുന്നു. അവിടുത്തെ തടവറ എന്നൊക്കെ പറഞ്ഞാൽ ഭൂമിയുമായി ഭൂമിക്കുള്ളിലുള്ള ഗുഹകളിലാണ്. വെളിച്ചം പോലും കാണാൻ ബാഹ്യലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത തടവറയിൽ കഴിഞ്ഞ ആളാണ്. അപ്പോൾ യേശുവിൻ്റെ മുഖത്തു നിന്നൊരു ചൈതന്യം പ്രസരിക്കുന്ന, ഒരു പ്രകാശം പ്രസരിക്കുന്നതൊക്കെ ആയിട്ട് ബറബ്ബാസ് കാണുന്നുണ്ട്. അയാൾക്കതൊന്നും മനസ്സിലായില്ല. താൻ ഈ ഇരുട്ടിൽ കിടന്നതുകൊണ്ട് തോന്നുന്നതാവാം എന്നാണ് അയാൾ ധരിച്ചത്. യേശുവിൻ്റെ കുരിശുമരണത്തിനും ശവസംസ്കാര കർമ്മങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ബറബ്ബാസ് പിന്നീട് പോയത് തൻ്റെ പഴയ താവളത്തിലേക്കാണ്. അദ്ദേഹത്തിനൊരു കൊള്ള സംഘമൊക്കെ ഉണ്ടായിരുന്നു. അതിലെ ചില അംഗങ്ങളുണ്ട്. ആ അധോലോക സംഘത്തിലെ അവിടെ മദ്യപാനവും മറ്റുമൊക്കെ ആയിട്ട് കൂടുകയാണ്. അവിടെ അവരിരുന്ന് മദ്യപിക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഈ ഇന്ന് നടന്ന സംഭവത്തെപ്പറ്റി അവിടെ ചർച്ചയുണ്ടായി. യേശുവിനെ പറ്റി, യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു എന്ന് അവർ ചിലർ പറഞ്ഞു. അപ്പോൾ ബറബ്ബാസ് ചോദിച്ചു, ബറബ്ബാസിന് യേശുവിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടല്ലോ. ഒരു ചെറുപ്പക്കാരൻ, തൻ്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ തനിക്ക് പകരം കുരിശിലേറ്റി എന്നുള്ള ഒരു ബന്ധം മാത്രമാണ് ബറബ്ബാസിനുള്ളത്. ബറബ്ബാസ് ചോദിച്ചു, എന്തത്ഭുതമാണ്? അവൻ രോഗികളെ സുഖപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു.
ബരബ്ബാസ് പറഞ്ഞു, മരിച്ചവരെ ഉയർപ്പിക്കുക എന്നൊന്നും പറയുന്നത് നടപ്പുള്ള കാര്യമല്ല, നിങ്ങൾ വേറെ വല്ലതും പറ, അതങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇവരുടെ കാര്യങ്ങളെ അപ്പം ബരബ്ബാസ് പിന്നീട് ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ഇന്നൊരു ഇരുട്ടുണ്ടായില്ലേ നട്ടുച്ചയ്ക്ക്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പോൾ അവർ പറഞ്ഞു, എവിടെ ഇരുട്ട്, ഞങ്ങളാരും കണ്ടില്ല. ബരബ്ബാസ് പറഞ്ഞു, ഇവൻ്റെ മുഖത്തു നിന്ന് വലിയൊരു പ്രകാശം പ്രസരിക്കുന്നത് ഞാൻ കണ്ടല്ലോ, എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ അവർ പറഞ്ഞു, അത് നീ ഇരുട്ടി കിടന്നിട്ട് പെട്ടെന്ന് വെളിച്ചത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നിനക്കുണ്ടായൊരു തോന്നലായിരിക്കും, അതങ്ങനെയൊന്നുമില്ല. അങ്ങനെ യേശുവിനെ പറ്റി ചില സംഭാഷണങ്ങളുണ്ട്, അവിടെ അങ്ങ് അവസാനിച്ചു. ഇദ്ദേഹം കുറച്ച് ദിവസം കൂടി ഇവരുടെ കൂടെയൊക്കെ ഇങ്ങനെ കഴിയുന്നുണ്ട്. പിറ്റേന്ന് ബരബ്ബാസ് നഗരത്തിലിറങ്ങി, ജെറുസലേം നഗരത്തിലിറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. വളരെ കാലമായി അയാൾ തടവറയിലായിരുന്നതുകൊണ്ട് വളരെ പരിചയക്കാരൊന്നും അവിടെ കാണുന്നില്ല. അയാൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഇങ്ങനെ നഗരത്തിലൂടെ നടക്കുകയാണ്. അപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ വരാന്തയിൽ ഇരുന്ന് രണ്ടുപേര് സംസാരിക്കുന്നത് ഇയാൾ കേട്ടു. ഒരു യേശുവിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് ഇയാൾക്ക് മനസ്സിലായതുകൊണ്ട് ഇയാൾ അടുത്ത് ചെന്നിരുന്നു. അപ്പോൾ അതിൽ വളരെ കൂറ്റനായ ഒരു മനുഷ്യൻ, തടിയനായ ഉയരമുള്ള ഒരു മനുഷ്യൻ, അത് പത്രോസ്ലിയാണെന്ന് നമുക്ക് വിവരണത്തിൽ നിന്ന് മനസ്സിലാകും, സംസാരിക്കുകയാണ്. അപ്പോൾ ബരബ്ബാസും അടുത്ത് ചെന്ന് പറഞ്ഞു, പിന്നെ നിങ്ങളാരെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഞാൻ എൻ്റെ മാസ്റ്ററെ പറ്റിയാണ്, യജമാനനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് പത്രോസ് പറഞ്ഞു. ഇങ്ങനെ ബരബ്ബാസും ഈ പത്രോസും തമ്മിൽ വളരെ ദീർഘമായിട്ട് അവിടെ നിന്ന് സംസാരിച്ചു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അന്ത്യസമയത്ത് കൂടെ ഉണ്ടാവാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പത്രോസ് വിലപിക്കുകയായിരുന്നു. ഞാൻ ഓടിപ്പോയി, ഭീരുവായ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയി, എനിക്ക് അന്ത്യസമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവാൻ പറ്റിയില്ല. അപ്പോൾ ബരബ്ബാസ് അയാളെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇവർ യേശുവിൻ്റെ കാര്യങ്ങളെപ്പറ്റി, യേശു ചെയ്ത അത്ഭുതങ്ങളെപ്പറ്റി പറഞ്ഞു. യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. അപ്പം ബരബ്ബാസ് പറഞ്ഞു, അതൊക്കെ നടക്കുമോ? 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, അവൻ മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. ബരബ്ബാസ് പറഞ്ഞു, മരിച്ചവരെ ഉയർപ്പിക്കുക എന്നൊക്കെ പറയുന്നതൊന്നും നടപ്പുള്ള കാര്യമല്ല, ഇതൊക്കെ എന്താണ്, നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ മരിച്ചുയർത്ത പലരും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് പത്രോസ് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചു, പല കാര്യങ്ങളെപ്പറ്റിയും സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പത്രോസിനെ ആശ്വസിപ്പിക്കുന്നുമുണ്ട് ബരബ്ബാസ്. കാരണം അയാൾ കുറ്റബോധം കൊണ്ട് വിങ്ങിപ്പൊട്ടുകയാണ്. യേശുവിനോട് വേണ്ടത്ര മരണസമയത്ത് ഉണ്ടാവാൻ കഴിയാത്ത പോയതില്ല. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ കുറേ ആളുകൾ, യേശുവിന് ശിഷ്യന്മാരും ധാരാളം അനുയായികളുമുണ്ട്. ഈ അനുയായികളിൽപ്പെട്ട ചിലർ അങ്ങോട്ട് വന്ന് പറഞ്ഞു, പത്രോസിനോട് ചോദിച്ചു, നിങ്ങൾ ആരോടാണ് ഈ സംസാരിക്കുന്നത്? പത്രോസ് പറഞ്ഞു, ഒരു പാവം നല്ല മനുഷ്യൻ, വളരെ കരുണാർദ്രനായൊരു മനുഷ്യനാണ് ഇയാൾ എന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു, നല്ല ആളാണ്. ആളുകൾ പറഞ്ഞു, യേശുവിന് പകരം വിട്ടയച്ച ആളാണ്, ആ കൊള്ളക്കാരനാണിത് എന്ന് പറഞ്ഞു. പത്രോസ് ബരബ്ബാസിനെ ഒന്ന് നോക്കി. ഇപ്പം താൻ അവിടെ നിൽക്കുന്നത് ശരിയല്ല, കാരണം താൻ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് താൻ അത്ര പ്രിയങ്കരനല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ബരബ്ബാസ് മെല്ലെ അവിടുന്ന് പിൻവാങ്ങുകയും ചെയ്തു. എങ്കിലും ബരബ്ബാസിൻ്റെ മനസ്സിലൊരു വിചാരമുണ്ട്, ഈ യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു, അത് ചിലപ്പോൾ ഒരു ഗൂഢാലോചനയാവാൻ വഴിയുണ്ട്. കാരണം ഈ ശിഷ്യന്മാരെല്ലാവരും കൂടി രാത്രി ചെന്ന് അവൻ്റെ ശരീരം അവിടെ നിന്ന് എടുത്തു മാറ്റാൻ വഴിയുണ്ട്. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടുകളയാം എന്ന് കരുതി ബരബ്ബാസ് കാലേക്കൂട്ടി തന്നെ രാത്രിയിൽ ഈ ശവക്കല്ലറയുടെ അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ പോയി ഒളിച്ചിരുന്നു. ബരബ്ബാസ് ഈ കുറ്റിക്കാട്ടിലിരുന്നു കൊണ്ട് ശവക്കല്ലറയിലേക്ക് നോക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ കുനിഞ്ഞു നിൽക്കുന്നത് കണ്ടു. ഇരുട്ടായതുകൊണ്ടൊന്നും വ്യക്തമല്ല, എങ്കിലും ബരബ്ബാസ് അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ആ സ്ത്രീ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ശവക്കല്ലറയുടെ കല്ല് മാറിയിരിക്കുന്നു. വളരെ പേര് കൂടി പിടിച്ചാൽ മാത്രം മാറുന്ന ഭീമാകാരമായ ഒരു കല്ലാണത്, അത് മാറിയിരിക്കുന്നു. ബരബ്ബാസിനറിയാം ഈ സ്ത്രീ ഒറ്റയ്ക്കൊന്നും പിടിച്ച് അത് മാറ്റാൻ സാധ്യമല്ല. ആ സ്ത്രീ പറഞ്ഞു, ഇതാ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞത് സത്യമായിരിക്കുന്നു. അദ്ദേഹം നിന്നോട് എന്താണ് പറഞ്ഞത്? അദ്ദേഹം കുരിശാരോഹണത്തിന് കൊണ്ടുപോകുമ്പോൾ ഞാൻ വഴിയരികിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ നോക്കി നിന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ യേശു പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി സാക്ഷ്യം പറയും. ഇതാ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റത് ഞാൻ ആദ്യം കണ്ടിരിക്കുന്നു, ഞാനതിന് സാക്ഷ്യം പറയും എന്ന് ആ സ്ത്രീ പറഞ്ഞു. ബരബ്ബാസിനൊന്നും പിടികിട്ടിയില്ല. ഇതെന്തോ തട്ടിപ്പാണ് എന്ന് മാത്രമാണ് ബരബ്ബാസ് ധരിച്ചത്. ബരബ്ബാസ് പിന്നെ അവിടെ നിന്ന് പോയി അയാൾ തൻ്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി, ഈ കൊള്ളയും കൊലയും ഒക്കെ ആയിട്ടുള്ള ജീവിതത്തിലേക്കും. പക്ഷേ അയാൾക്കതിലൊന്നും ഒരു താല്പര്യം തോന്നുന്നില്ല.
തൻ്റെ പഴയ സുഹൃത്തുക്കൾക്ക് പഴയ സ്നേഹവും തന്നോടില്ല. കാരണം എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു മനോഭാവത്തിലാണ് അയാൾ. അങ്ങനെ ഇരിക്കെ നേരത്തെ കണ്ട ആ മുച്ചുണ്ടുള്ള സ്ത്രീ, യേശുവിനെ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞ സ്ത്രീ പിടിക്കപ്പെട്ട്, പുരോഹിതന്മാരുടെ അനുചരന്മാരാൽ പിടിക്കപ്പെട്ട് സന്നദ്ധിയും സംഘത്തിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വന്നു. അവൾ ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ചാൽ യേശുവിൻ്റെ സാക്ഷ്യം ദേവാലയത്തിനുള്ളിലൊക്കെ നടന്ന് പറഞ്ഞു, കാണുന്നവരോടൊക്കെ പറഞ്ഞു. അപ്പോൾ അവളെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് വിധിക്കുകയാണ്. അവൾ ആദ്യമായിട്ട് പിന്നെ അവൾക്കെതിരെ സാക്ഷ്യം പറഞ്ഞത് ഒരു അന്ധനായ ഒരു യാചകനാണ്. അങ്ങനെ അവിടെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ട് അവളെ നിർത്തി. മുകളിൽ നിന്നുകൊണ്ട് ആളുകൾ കല്ല് എടുത്ത് എറിയുകയാണ് അവളുടെ പേരിൽ. അപ്പോൾ ആദ്യം അവിടുത്തെ നിയമം അനുസരിച്ച് ആദ്യം ഈ കുറ്റാരോപണം നടത്തിയ ആൾ എറിയണം. ഈ യാചകൻ്റെ കയ്യിലൊരു കല്ലെടുത്ത് കൊടുത്ത് എറിയാൻ പറഞ്ഞു. അവന് അന്ധനാണല്ലോ, കണ്ണ് കാണാൻ മേല. എറിഞ്ഞത് ഇവൾക്കൊണ്ട് കൊണ്ടില്ല. പലവട്ടം ശ്രമിച്ചിട്ടും കൊണ്ടില്ല. അപ്പോൾ വളരെ തടിയനായിട്ടുള്ളൊരു മനുഷ്യൻ വന്ന് ഒരു കല്ലെടുത്തിട്ട് ഇവൾക്കൊരു ഏറ്. അദ്ദേഹം അവിടുത്തെ സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ സമയത്ത് ഈ കാഴ്ച കണ്ടുകൊണ്ട് ബറാബാസ് അവിടെയുണ്ട്. ബറാബാസിന് ദേഷ്യം വന്നു. കാരണം ബറാബാസിന് ഈ പെൺകുട്ടിയോട് ചെറിയൊരു സ്നേഹം തോന്നിയിരുന്നു. ഇവർ തമ്മിൽ ഇടയ്ക്കൊരു സംഭാഷണം ഉണ്ടായി. യേശുവിനെപ്പറ്റി യേശു എന്താണ് ചെയ്തതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഇവളോട് ചോദിച്ചു, യേശു എന്താണ് നിന്നോട് പറഞ്ഞത്? അപ്പം അവൾ പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിനെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ മുതൽ ഇവളോടൊരു സ്നേഹം ബറാബാസിന് തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പെണ്ണിനെയാണ് ഇവിടെ കല്ലെറിയുന്നത്. അപ്പോൾ ഒരു തടിയൻ വന്ന് ഈ പാവപ്പെട്ട പെണ്ണിനെ കല്ലെറിയുന്നത് കണ്ടപ്പോൾ ബറാബാസിന് ദേഷ്യം വന്നു. ബറാബാസ് എന്ത് ചെയ്തു? തൻ്റെ അരയിൽ നിന്നൊരു കത്തി എടുത്ത് ഒരു കുത്തു വെച്ചു കൊടുത്തു. ഈ ആൾക്കൂട്ടത്തിൻ്റെ ബഹളത്തിൽ പെട്ടെന്ന് ആരും ശ്രദ്ധിച്ചില്ല. അയാൾ കല്ലെറിഞ്ഞ ഉടനെ തുരുതുരെ എല്ലാവരും കല്ലെറിഞ്ഞു. ആ പെൺകുട്ടി അവിടെ മരിക്കുകയും ചെയ്തു. അവളുടെ ഈ ശവശരീരം അവിടെ നിലവിളിച്ചുകൊണ്ട് വീണപ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. മറ്റൊരാളും അവിടെ വീഴുന്നുണ്ട്. ഒരാൾ ഓടിപ്പോകുന്നതും കണ്ടു. പക്ഷേ അവരെ പുറകെ നിന്നിട്ട് പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ബറാബാസ് അവിടെ നിന്ന് ഓടി മലമുകളിലേക്ക് ഓടിപ്പോയി. രാത്രിയിൽ ബറാബാസ് ഇറങ്ങി വന്ന് ഈ കുഴിയിൽ നിന്ന് ഈ കല്ലുകളൊക്കെ മാറ്റി ഈ സ്ത്രീയെ അവിടെ നിന്ന് എടുത്ത് അയാൾ തോളത്തിട്ട് കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത്, മരുഭൂമിയിലൊരു സ്ഥലത്ത് കൊണ്ടുപോയി സംസ്കരിച്ചു. വിശേഷിച്ചൊന്നും ചെയ്യാനില്ലാതെ, ജീവിതത്തിനൊരു ലക്ഷ്യവുമില്ലാതെ ബറാബാസ് ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. ക്രിസ്തു ശിഷ്യന്മാരുടെയൊക്കെ അടുത്ത് അയാൾ ചെല്ലുന്നുണ്ട്, അനുയായികളുടെയൊക്കെ അടുത്ത്. പക്ഷേ ക്രിസ്തുവിൻ്റെ സന്ദേശം വിശ്വസിക്കാനോ ക്രിസ്തുമതത്തിൽ ചേരാനോ കൂട്ടാക്കാത്ത അയാളെ സംശയദൃഷ്ടിയോടുകൂടിയാണ് എല്ലാവരും നോക്കിക്കണ്ടത്. അപ്പോൾ താൻ അവിടെ ഒറ്റപ്പെടുകയാണെന്ന് മനസ്സിലായ ബറാബാസ് വീണ്ടും തൻ്റെ പഴയ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയി. പക്ഷേ അയാളുടെ മനസ്സിലെപ്പോഴും യേശുവും ആ കുരിശുമരണവും കന്യകാ മറിയും ഒക്കെയാണ്. ഇതിങ്ങനെ മാറി മാറി അയാളുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നിരന്തരം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാരൊക്കെ പറയുന്നുണ്ട്, യേശു നമുക്ക് വേണ്ടി മരിച്ചു. ബറാബാസ് പറഞ്ഞു, യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. അതൊക്കെ പറയാൻ അവകാശപ്പെട്ട ഏക വ്യക്തി ഞാനാണ്. കാരണം നമുക്കറിയാമല്ലോ, ബറാബാസിന് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ക്രിസ്തുവിനെ മരിക്കുന്നത്. പക്ഷേ ഈ ചിന്തയാണ് ബറാബാസിൻ്റെ മനസ്സിലെപ്പോഴും. പക്ഷേ അയാൾ ക്രിസ്ത്യാനിയാവാനൊന്നും കൂട്ടാക്കിയുമില്ല. പക്ഷെ ബറാബാസിൻ്റെ കൊള്ളസംഘം, അവർക്കും ബറാബാസിൻ്റെ ഈ അന്തർമുഖനായ ബറാബാസിനെ ഉൾക്കൊള്ളാനായിട്ട് വലിയ പ്രയാസം. കാരണം പഴയ ഉത്സാഹം അയാൾക്കില്ല. ഇയാളൊരു ബാധ്യതയാണ് എന്ന് അവർക്കും തോന്നി തുടങ്ങി. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവായി കിട്ടിയാൽ മതിയെന്നായി കൊള്ളക്കാർക്ക്. പിന്നെ കുറേ കാലത്തേക്ക് ബറാബാസ് ഒരു ദിവസം അപ്രത്യക്ഷനായി. കുറേ കാലത്തേക്ക് പിന്നെ അതേപ്പറ്റി യാതൊരു വിവരവും ഇല്ല. അപ്പോൾ പല അഭ്യൂഹങ്ങളും വരുന്നു, അയാൾ ലെബനനിൽ കൊള്ളക്കാരനായിട്ട് ജീവിക്കുകയാണ് എന്നൊക്കെയുണ്ട്. ഏതായാലും പിന്നെ നാം കാണുന്നത് ബറാബാസിനെ ഒരു ചെമ്പ് ഖനിയിലാണ്. അവിടെ അടിമപ്പണി ചെയ്യുകയാണ്. അടിമയായിട്ട് പിടിച്ച് അവിടെ. അപ്പം അങ്ങനെ പറയുന്നത്, കൊള്ളക്കാരനായി നടന്ന ബറാബാസിനെ പട്ടാളക്കാർ പിടിച്ച് ശിക്ഷിച്ച് ഖനിയിലേക്ക്, അത് കൊടും കുറ്റവാളികളെയാണ് ഖനിയിൽ ജോലിക്ക് വിടുന്നത്. മരുഭൂമിയിലെ ഈ ഖനിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരിക്കലും ഒരുത്തനും വളരെ നൂറുകണക്കിനടി ആഴമുള്ള ചുട്ടു പൊള്ളുന്ന ഈ ഖനിയിൽ അവിടുത്തെ ഈ ഫർണസ്, അതിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ആൾ ഒരു കാരണവശാലും അവിടെ നിന്ന് രക്ഷപ്പെടുകയില്ല. അവിടെ നിന്ന് മരിക്കുമ്പോൾ അവരെടുത്ത് ആ തീയിലേക്കിടും. അങ്ങനെയാണ് ഖനിയിലെ അന്ത്യം. അത്ര കൊടും കുറ്റവാളികളെയാണ് അവിടെ ജോലിക്ക് വെക്കുന്നത്. അവിടെ രണ്ടുപേരെ ഒന്നിച്ച് ചങ്ങലക്കിട്ടാണ്. ബറാബാസിൻ്റെ ഒരു കൂട്ടത്തിൽ ചങ്ങലയിട്ട ആളിൻ്റെ പേര് സഹാക്ക് എന്ന പേരായ ഒരാളാണ്. ഈ സഹാക്കിന് ബറാബാസിനോട് ആദ്യം ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്രമേണ ഇവർ തമ്മിൽ സംസാരിച്ചു. സഹാക്ക് ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഈ ബറാബാസ് ജെറുസലേംകാരനാണെന്നറിഞ്ഞപ്പോൾ മുതൽ സഹാക്കിന് വലിയ താല്പര്യമുണ്ടായി. ജെറുസലേം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്ഥലമാണ്. നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ?
ബറാബാസിനോട് അയാൾ ചോദിച്ചു, ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കി കാര്യമൊന്നും ബറാബാസ് പറഞ്ഞില്ല. അവൻ മരിക്കുന്നതും കണ്ടിട്ടുണ്ട്, അവൻ ഉയർത്തെഴുന്നേൽക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കേട്ട് സഹാക്കിന് വലിയ അത്ഭുതമായി. കാരണം ഇതൊക്കെ കാണാൻ ഭാഗ്യം സിദ്ധിച്ച ആളാണല്ലോ ബറാബാസ്. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വിശ്വാസിയായില്ല? അതിന് ബറാബാസ് ഉത്തരവൊന്നും പറഞ്ഞില്ല. സഹാക്ക് അയാളുടെ ബാഡ്ജ്, ഈ കഴുത്തിൽ മാല പോലെ ധരിക്കുന്ന അടിമകളുടെ ഒരു ബാഡ്ജുണ്ട്, രാജകീയ മുദ്രയുള്ള ബാഡ്ജാണ്. അത് ബറാബാസിൻ്റെയും കഴുത്തിലുണ്ട്. അതെടുത്ത് കാണിച്ചു. അതിൻ്റെ മറുവശത്ത് ചില അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്താണ്? ബറാബാസ് ചോദിച്ചു. ഇത് ക്രിസ്തു മതത്തിൻ്റെ അടയാളം, ക്രിസ്തുവിൻ്റെ അടയാളം, മത്സ്യത്തിൻ്റെയും മറ്റുമൊക്കെ പടം. യേശു ക്രിസ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. വായിക്കാനും എഴുതാൻ ഇവർക്ക് 2 പേർക്ക് പറഞ്ഞുകൂടാ. യേശു ക്രിസ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. എനിക്ക് മുൻപൊരു തടവുകാരൻ ഇവിടെ കുത്തി തന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടും കൂടി ബറാബാസിൻ്റെ ഈ ബാഡ്ജിലും അങ്ങനെ ഒരു അടയാളമൊക്കെ ഉണ്ടാക്കി. സഹാക്ക് ഇടയ്ക്കിടയ്ക്ക് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കും. ബറാബാസിനെയും പ്രാർത്ഥിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജോലി നിർത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഓവർസിയർമാരുണ്ട്, ഖനിയിൽ ഓവർസിയർമാരുണ്ട്. അവർ ചാട്ട കൊണ്ട് വന്ന് അടിക്കും. എങ്കിലും അടി കൊണ്ടിട്ട് ഇവർ ഈ പ്രാർത്ഥന ഒക്കെ തുറന്നുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് യേശുവിനെ പറ്റി ഇവർ തമ്മിൽ സംസാരിക്കും. അപ്പോൾ ഈ ഓവർസിയർമാർ മാറി മാറി വരും. അതിലൊരു ഓവർസിയർ ഈ സംസാരത്തിൽ ആകൃഷ്ടനായി. ഒരു രക്ഷകനെ പറ്റി, ഒരു ദൈവത്തെപ്പറ്റി, ദൈവപുത്രനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആ ഓവർസിയർ ഇവരുടെ സംസാരം കേട്ടത്, ആരെപ്പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നത്? അപ്പോൾ യേശുവിനെ പറ്റി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾക്ക് യേശുവിൽ വലിയ താല്പര്യമുണ്ടായി. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ മാർഗം ആലോചിക്കാം എന്ന് പറഞ്ഞ് അയാൾ ചെന്ന് അയാളുടെ മേലധികാരിയുടെ അടുത്ത് ശുപാർശ ചെയ്തു. ഓവർസിയറുടെ ശുപാർശ പ്രകാരം സഹാക്കിനെയും ബറാബാസിനെയും ചെമ്പു ഖനിയിൽ നിന്ന് മോചിപ്പിച്ചു. റോമൻ ഗവർണറുടെ ഔദ്യോഗിക വസതിയിലെ ജോലിക്കാരായിട്ട് അവരെ നിയമിച്ചു. അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ കാളകൾക്ക് പകരം നുകം വലിക്കുക എന്നുള്ളതാണ്. നില മുഴാനുള്ള നുകം വലിച്ചുകൊണ്ട് നടക്കുക. എങ്കിലും അത് ചെമ്പ് ഖനിയിലെ ജോലിയേക്കാൾ വളരെ വളരെ ഭേദപ്പെട്ട ഒരു ജോലിയാണ്. അങ്ങനെ അവരവിടെ ജീവിതം തുടരുകയാണ്. പക്ഷെ അവിടെയുള്ള മറ്റടിമകൾക്ക് ഇവരോട് കുറച്ചൊരു അസൂയയും ഭയവുമാണ്. കാരണം ചെമ്പ് ഖനിയിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ കൊടും ഭീകരരെയാണ്, കുറ്റവാളികളെയാണ് ചെമ്പ് ഖനിയിൽ ജോലിക്ക് അയക്കുക. അവിടെ നിന്ന് ആരും ഇന്നവരെ തിരിച്ചു വന്ന ചരിത്രമില്ല. 5-6 മാസം കൊണ്ട് അവിടെ പോകുന്നവരൊക്കെ മരിക്കും. ഇവരാരും മരിക്കാതെ തിരിച്ചു വന്നു. അപ്പം കുറച്ചൊരു അകൽച്ച അവിടുത്തെ ജീവനക്കാർക്കെല്ലാം, ഈ അടിമകളായ ജോലിക്കാർക്കെല്ലാം ഇവരോടുണ്ട്. അങ്ങെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി, മറ്റതിനേക്കാൾ ഭേദമാണല്ലോ എന്നുള്ള അറിവിലുള്ള സന്തോഷത്തോടുകൂടി ഇവരുടെ ജീവിതം മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം ഗവർണറുടെ ഒരു സേവകൻ വന്ന് ഇവരെ 2 പേരെയും വിളിച്ചു. ഗവർണർ അതാ നിങ്ങളെ കാണാൻ വിളിക്കുന്നു പറഞ്ഞു. അങ്ങ് ഗവർണർ അങ്ങനെ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയോ കാണാൻ വിളിക്കുകയോ അടിമകളെ ഒന്നും നേരിട്ട് കാണുന്ന പരിപാടിയില്ല. എന്നാൽ ഇവർ 2 പേരെയും അയാൾ വന്ന് കൂട്ടിക്കൊണ്ട് ഗവർണറുടെ മുറിയിലേക്ക് ചെന്നു. ഗവർണർ ഇവരെ ചോദ്യം ചെയ്തു. സഹാക്കിനെയാണ് ആദ്യം ചോദ്യം. നീ ക്രിസ്ത്യാനിയാണോ? സഹാക്ക് പറഞ്ഞ അതെ. നിൻ്റെ കഴുത്തിൽ എന്താണ് കിടക്കുന്നത്? ആ ഇത് കാണിക്കാൻ പറഞ്ഞു. അയാളത് മറിച്ച് നോക്കിയൊക്കെ വിവരം കിട്ടി. ചാരന്മാർ വഴിക്ക് അയാൾക്ക് വിവരം കിട്ടിയിട്ടാണ്. ഇതെന്താണ് ഇതിൻ്റെ അടയാളം? യേശു ക്രിസ്തു. എന്താണ് ഇതിൻ്റെ അർത്ഥം? യേശു എൻ്റെ യജമാനനാണ്, യേശുവാണ് എൻ്റെ യജമാനൻ. അപ്പോൾ സീസറോ? നീ ഒരടിമയാണ്, നീ രാജ്യത്തിന് അവകാശപ്പെട്ടവനാണ്. യേശുവിനെന്ത് നിൻ്റെ കാര്യത്തിൽ താല്പര്യം? എൻ്റെ യജമാനൻ യേശുവാണെന്ന് സഹാക്ക് പറഞ്ഞു. അത് രാജ്യദ്രോഹമാണ്. ഗവർണർ പറഞ്ഞു, ഇല്ല, ഞാനതിൽ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസം മാറ്റുകയില്ല. നിൻ്റെ വിശ്വാസം ഇപ്പോൾ ഉപേക്ഷിക്കാമെങ്കിൽ നിനക്ക് ജീവൻ തിരിച്ചു കിട്ടും. അപ്പോൾ സഹാക്ക് പറഞ്ഞു, ഇല്ല, ഞാനതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു, യേശുവിനെ അല്ലാതെ മറ്റു ആരെയും ഞാൻ വിശ്വസിക്കുകയില്ല. അപ്പോൾ ഗവർണർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്നെ വധശിക്ഷയ്ക്ക് വിധിക്കാതെ നിവൃത്തിയില്ല. അവനെ കുരിശിൽ തറച്ചു കൊല്ലാൻ ഉടൻ തന്നെ ഗവർണർ കൽപ്പനയായി. ഉടൻ ബറാബാസിനോട് ചോദിച്ചു, നിൻ്റെ കാര്യമോ? ഇപ്പോൾ സഹാക്ക് ബറാബാസിനെ നോക്കുന്നുണ്ട്. ഇവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. യേശുവിനെ നേരിട്ട് കാണുകയും യേശുവിൻ്റെ മരണസമയത്ത് അടുത്തുണ്ടാവുകയും പുനരുദ്ധാനം കാണുകയൊക്കെ ചെയ്ത ആളാണ്. ഇതൊന്നും കാണാത്ത ആളാണ് ഈ സഹാക്ക്. പക്ഷേ ഇതെല്ലാം കണ്ട ബറാബാസ് അവിടെ നിൽക്കുന്നു. ബറാബാസ് പറഞ്ഞു, എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, ഞാൻ ക്രിസ്ത്യാനിയുമല്ല. നിൻ്റെ ഈ ബാഡ്ജ് നോക്കട്ടെ. ബാഡ്ജ് നോക്കിയപ്പോൾ അതിലുണ്ട് ഈ അടയാളം. ഇതെന്താണ് ഈ അടയാളം? അത് ഇവൻ വരച്ചതാണ്, എനിക്കതിലൊന്നും വിശ്വാസമില്ല. അങ്ങനെ ബറാബാസിനെ കുറ്റവിമുക്തനാക്കി സഹാക്കിനെ വധശിക്ഷയ്ക്ക് കൊണ്ടുപോയി
കുരിശി തറച്ച് കൊല്ലുകയും ചെയ്തു. അതും ബറാബാസ് നോക്കി നിന്നു. അപ്പോൾ സഹാക്ക് തന്നെ നോക്കിയൊരു നോട്ടം പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ബറാബാസ് മറന്നിട്ടില്ല. അങ്ങനെ ഈ ഗവർണറുടെ വീട്ടിൽ കഴിഞ്ഞ് ഗവർണറുടെ ഔദ്യോഗിക കാലാവധി അവസാനിച്ചു. അദ്ദേഹം റിട്ടയർ ചെയ്ത് റോമിലേക്ക് മടങ്ങുകയാണ്. റോമിലേക്ക് മടങ്ങുമ്പോൾ കുറേ അടിമകളെ കൂടെ കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ബറാബാസിനെയും കൊണ്ടുപോയി. ബറാബാസ് അപ്പോഴേക്കും കുറച്ച് പ്രായമായിരുന്നു. ഇത്രയും പ്രായമായ അടിമകളെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും തൻ്റെ വിശ്വാസം, രാജ്യത്തിന് വേണ്ടി തൻ്റെ വിശ്വാസം വെടിഞ്ഞവൻ എന്നുള്ള ഒരു ബഹുമതി വെച്ചുകൊണ്ട് ബറാബാസിനെയും കൊണ്ടുപോയി. തൻ്റെ റോമിലെ വസതിയിൽ അവിടെ പണി കൊടുത്തു. അങ്ങനെ ബറാബാസ് റോമിൽ ജീവിച്ചു വരികയാണ്. അവിടുത്തെ ജീവിതത്തോട് പൊരുത്തപ്പെട്ട് ഇങ്ങനെ വരികയാണ്. അവിടെയും ധാരാളം അടിമകളുണ്ട്. അപ്പോൾ ഈ ചില അടിമകൾ തമ്മിൽ സംസാരിക്കുന്നതും മറ്റും ബറാബാസ് ഒളിച്ചു നിന്ന് കേട്ടു. മാത്രമല്ല അവിടെയൊക്കെ ചില അടയാളങ്ങൾ, ഈ മത്സ്യത്തിൻ്റെയും മറ്റുമൊക്കെ അടയാളം. ഈ മത്സ്യം ക്രിസ്ത്യാനികളുടെ ഒരു അടയാളം, ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് മത്സ്യം. അപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നതായിട്ട് ഇവരുടെ സംഭാഷണത്തിൽ നിന്നും മനസ്സിലായി. അവിടെ അധികവും പഴയ കാലത്ത് ക്രിസ്ത്യാനികൾ അധികവും കൂടിയിരുന്നത് ഈ ശ്മശാനങ്ങളിലും മറ്റുമാണ്, കല്ലറകളുടെ അടുത്ത്. അവിടെ മറ്റാരും ചെല്ലുകയില്ലല്ലോ. അപ്പോൾ അവിടെ ഒന്ന് പോയാൽ കൊള്ളാമെന്ന് ഈ ബറാബാസിന് വലിയ ആഗ്രഹമുണ്ട്. കാരണം അയാളുടെ ഉള്ളിൽ കിടന്ന് എന്തോ ഒന്ന് കിടന്നിങ്ങനെ തിളയ്ക്കുന്നുണ്ട്. പറഞ്ഞറിയിക്കാനാവാത്ത എന്തോ ഒരു വികാരം, ഒരു കുറ്റബോധവും എല്ലാം ബറാബാസിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പരുവപ്പെട്ട് വരുന്നുണ്ട്. ബറാബാസ് ഇവർ പറഞ്ഞ സ്ഥലത്ത് ഊഹം വെച്ച്, അവിടെ ഒന്നും അയാൾക്ക് പരിചയമുള്ള സ്ഥലങ്ങളല്ല, പലവട്ടം വഴിതെറ്റി. അപ്പോൾ ഇടയ്ക്കൊക്കെ അയാളൊരു പ്രകാശം കാണുന്നുണ്ട്. എന്താണ് ഈ പ്രകാശമെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ വളരെയധികം വഴിതെറ്റി അയാൾ മടങ്ങി വരുമ്പോൾ എവിടെയോ എന്തോ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഒരു തീപിടുത്തം. ആൾക്കാർ നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. ക്രിസ്ത്യാനികൾ തീ വെച്ചു എന്നാണ് ആൾക്കാർ വിളിച്ചു പറയുന്നത്. ഇത് റോമിലെ പ്രസിദ്ധമായ തീപിടുത്തത്തിൻ്റെ കഥയാണ്. ആ തീപിടുത്തം ഉണ്ടാക്കിയത് ക്രിസ്ത്യാനികളാണ്. നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഈ തീപിടുത്തം പല തവണ ഈ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് റോമിൽ. കാരണം അവിടത്തേക്ക് മരങ്ങൾ കൊണ്ടൊക്കെയുള്ള കെട്ടിടങ്ങളാണ്. അപ്പോൾ ക്രിസ്ത്യാനികളാണ് തീ വെച്ചത് എന്ന് പറഞ്ഞിട്ട് ചിലർ ഓടുന്നുണ്ട്. അപ്പം ബറാബാസ് വിചാരിച്ചു ക്രിസ്ത്യാനികൾ ഏതായാലും രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്, എന്നാൽ ഇവരെ സഹായിച്ച് കളയാം എന്ന് കരുതി ഒരു പന്തം കൊളുത്തി ബറാബാസും തീ വെക്കാൻ തുടങ്ങി. ബാക്കിയെല്ലാം ക്രിസ്ത്യാനികളാണ്. വാസ്തവത്തിൽ അത് ക്രിസ്ത്യാനികൾക്കെതിരായി ഉണ്ടായ ഒരു പ്രചരണമായിരുന്നു. ബറാബാസിനത് മനസ്സിലായില്ല. ക്രിസ്ത്യാനികളെ സഹായിക്കാൻ അന്ന് വിചാരിച്ചുകൊണ്ട് ബറാബാസ് തീ വെക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ബറാബാസ് പിടിക്കപ്പെട്ടു. ഒരുപാട് ക്രിസ്ത്യാനികളെ അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിചാരണ ചെയ്യുകയാണ്. അപ്പോൾ ജയിലിൽ കിടക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അറിയാം ബറാബാസ് ക്രിസ്ത്യാനിയല്ല, ഇവനെ എന്തിനാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നതെന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പം ക്രിസ്ത്യാനിയല്ല, ഒരു പ്രാർത്ഥനാ യോഗത്തിൽ ഇവനെ കണ്ടിട്ടുമില്ല, പിന്നെ എന്തിനാണ് ഇവനെ കൊണ്ടിട്ടിരിക്കുന്നത്? അവർക്കൊന്നും മനസ്സിലായില്ല. അവസാനം വിചാരണ സമയത്ത് തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. വിചാരണ സമയത്ത് ആ മുഖ്യ ജഡ്ജി ബറാബാസിനോട് ചോദിച്ചു, നീ ക്രിസ്ത്യാനിയാണോ? ബറാബാസ് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ബറാബാസിനെയും തൂക്കിക്കൊല്ലാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെയും ഈ രണ്ട് പേരെ ഒന്നിച്ചാണ് തൂക്കിക്കൊല്ലുന്നത്. അവസാനമായിട്ട് പോയ ആളാണ് ബറാബാസ്. ബറാബാസിന് കൂട്ടത്തിൽ അവിടെ ഇരട്ട സംഖ്യ ഇല്ലായിരുന്നു. ബറാബാസ് അവസാനം ഒറ്റയ്ക്ക് തൂക്കിക്കൊല്ലാനായിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ കൊല്ലാനായിട്ട് കയറിൽ തൂങ്ങി ആടുമ്പോൾ ബറാബാസ് പറഞ്ഞു, എൻ്റെ ആത്മാവിനെ ഇതാ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇതാണ് ബറാബാസിൻ്റെ അവസാനത്തെ വാക്കുകൾ. ഇങ്ങനെ ആണ് ഈ നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സമാന്തരമായി ഉള്ള ഒരു കഥ, ഏറ്റവും എതിർധ്രുവത്തിൽ നിന്ന് തുടങ്ങുകയും അവസാനം ക്രിസ്തുവിൽ ചെന്ന് ചേരുകയും ചെയ്യുന്ന ഒരു ജീവിതയാത്രയുടെ അത്ഭുതകരമായൊരു കഥയാണ്. ഒരു ക്രൂരനായ മനുഷ്യൻ്റെ ജീവിതത്തിലെ ക്രിസ്തുവിൻ്റെ ആ അദമ്യവും അഭൗമവുമായിട്ടുള്ള പ്രഭാവം ചെലുത്തിയ ആ സ്വാധീനം, മാനസാന്തരത്തിൻ്റെ ജീവിതം മുഴുവൻ മാനസാന്തരപ്പെടാൻ മടിച്ചു നിൽക്കുകയും അവസാന നിമിഷം മാനസാന്തരപ്പെട്ട് പൂർണ്ണ സമർപ്പണം ചെയ്യുകയും ചെയ്യുന്ന ബറാബാസിൻ്റെ മനോഹരമായ ആ ഒരു കഥയാണ് ഈ നോവലിൽ, ബറാബാസ് എന്ന നോവലിൽ ആവിഷ്കരിക്കുന്നത്. ഈ എപ്പിസോഡോടുകൂടി ക്രിസ്തുദർശനം എന്ന പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. വിശ്വസാഹിത്യത്തിലെ എണ്ണപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ അങ്ങേയറ്റം ചരിതാർത്ഥനാണ്. ഇതിന് എനിക്ക് പല വിധത്തിൽ പ്രോത്സാഹനം തന്ന ബഹുമാന്യരായ പ്രേക്ഷകരെയും അതുപോലെ തന്നെ വളരെ സാർത്ഥകമായ നിർദ്ദേശങ്ങൾ തന്ന എല്ലാ സഹൃദയരെയും ഞാനിവിടെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു.
അതുപോലെ ഇത് അഭംഗുരം നടത്തിക്കൊണ്ടുപോകാൻ സഹായിച്ച സർവശക്തനെ നമസ്കരിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു.